ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗിംഗ് വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു ട്രിപ്പ് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താ പറയുക, നല്ല നല്ല വീഡിയോസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർഷം നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇംഗിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇംഗിൾട്ടൺ ആക്ച്വലി യോർക്ക്ഷയർ ഡെയിൽസിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ആൻഡ് നമ്മളിവിടെ ഡെയിൽസ് ലോഡ്ജിലാണ് നമ്മുടെ 3 നൈറ്റ് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഈ ഒരു സ്റ്റേ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ. 2021 കേട്ടോ ഡെയിൽസ് ലോഡ്ജ് അവർ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഇറ്റ് വാസ് റിയലി വെൽ അറേഞ്ച്ഡ്, വെൽ ഫർബിഷ്ഡ്, നല്ലപോലെ എക്യുപ്ഡ് ആയിരുന്നു, അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സെൽഫ് കാറ്ററിംഗ് അവരിവിടെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു നമ്മൾ ചെയ്തത്. ആൻഡ് ദെൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തു, ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കിച്ചണിനെ പറ്റി പറയുമ്പം നിങ്ങൾ കാണുന്ന പോലെ 3 ഇൻഡിവിജ്വൽ വർക്ക് ഏരിയാസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കൊരു 12 to 18 സീറ്റ് ഡൈനിങ് ടേബിൾ ഉണ്ട്. ഒരു വലിയ ഡൈനിങ് ടേബിൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമുക്കൊരു പൂൾ ടേബിൾ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂൾ ടേബിൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ, പിള്ളേർക്കും അഡൽസിനാണെങ്കിലും എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കാണാനായിട്ട്. ഞാൻ പിന്നെ നിങ്ങളെ ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ക്ലിപ്പും കൂടി കാണിച്ചത് കേട്ടോ. നല്ല സൂപ്പർബായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. നമുക്കിനി സ്ലീപ്പ് ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് 6 റൂംസാണുള്ളത്. എല്ലാ റൂംസും അവർ നന്നായിട്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബെഡിൻ്റെ എന്താ പറയുക, കളർ കോമ്പോസും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് 8 ബങ്ക് ബെഡ്സ് ഉള്ള ഒരു റൂം. അതുപോലെ നമുക്ക് 2 റൂംസ് ആയിരുന്നു ഉള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റോറേജ് കേട്ടോ. നമുക്ക് സ്റ്റോറേജ് എല്ലാ റൂംസിലും അവൈലബിൾ ആയിരുന്നു. ഇതൊരു 4 ബെഡ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. ഇതും നല്ലതായിട്ട് വെൽ അറേഞ്ച്ഡ് ആൻഡ് പ്രോപ്പർ സ്റ്റോറേജ് അവൈലബിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്റ്റേ 3 നൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്രൈഡേ തൊട്ട് മൺഡേ വരെ. അപ്പോൾ ഫ്രൈഡേ നമ്മളൊരു 4 മണിക്ക് ശേഷം ഇവിടെ എത്തി. നമ്മൾ മാത്രം, നമ്മുടെ കൂടെ ഈ പറയുന്ന 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. നമ്മളാണ് ആദ്യം ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തത്. എന്നിട്ട് കീയും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ എന്നിട്ട് ഒരു ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് മൺഡേ ഉച്ചയ്ക്കാണ് നമ്മളിവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തത്. അപ്പം നല്ലൊരു ലെങ്തി സ്റ്റേ ആയിരുന്നെന്ന് തന്നെ പറയാം. പിന്നെ ഇതാണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നല്ല ബഹളവും രസമൊക്കെ ആയിരിക്കും കേട്ടോ. അടുത്ത 3 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് ഇസ് ഫുഡ് ഐറ്റംസും പാത്രങ്ങളും എല്ലാം അൺലോഡ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്.
ഹാരോഗേറ്റിൽ നിന്ന് ഇംഗിൾട്ടൺ വരെ നമുക്കൊരു 1 hour + 20 minutes ടൈമുണ്ട് കേട്ടോ യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഒരു 7:30 ഒക്കെ ആയി. പെട്ടെന്നൊരു ചായയൊക്കെ ഇട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിന്നറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഫ്രൈഡേ ഡിന്നർ ഈ പറയുന്ന കപ്പയും തൈര് സംബന്ധിയായിരുന്നു കേട്ടോ. പിന്നെ പ്രദീപ് ചേച്ചിയും ചേച്ചിയും ബ്ലസ് ചേച്ചിയും വീട്ടിൽ നിന്ന് നല്ല അടിപൊളി മത്തിക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ നിങ്ങളിത് കാണുക. ഇത്രയും നാളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരുന്നില്ല. സൺഡേ ഈവനിങ് മെനു ബാർബിക്യൂ ആണ് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പുറത്തെ സൈഡിൽ നടക്കുന്നത്. പഴങ്കഞ്ഞിയാണോ ചേച്ചാ? അല്ല, പഴങ്കഞ്ഞി അല്ലല്ലോ. ആണോ? ഒരു സ്പൂൺ അങ്ങോട്ട് അടിക്കേ. അങ്ങനെ ഡിന്നർ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കേട്ടോ. നമ്മളല്ല, ഞാനല്ല, ചേച്ചിമാരെല്ലാവരും കൂടെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി. എന്നിട്ട് അതും കൂടി കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഈവനിങ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. എല്ലാവരും പെട്ടെന്ന് തന്നെ കയറി കിടന്നു, കാരണം എല്ലാവർക്കും ക്ഷീണം ഉണ്ടായിരുന്നു. വർക്കിംഗ് ഡേയും കൂടി അല്ലായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലത്തെ കാഴ്ചകൾ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ സീ യു ദെൻ. ടേക്ക് കെയർ. ബൈ.